നമ്മൾ ഭഗവത്ഗീത ഭാഗവതം ആചരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭാഗവത മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കണം. ഭാഗവത മാർഗത്തിൻ്റെ വഴിയാണ് എന്തൊക്കെ? ഈ 4 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഭക്തരുമായിട്ടുള്ള സത്സംഗം, ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, നാമം ജപിക്കുക, പ്രസാദം മാത്രം കഴിക്കുക. അതുകൂടാതെ 4 യമനിയമങ്ങൾ പാലിക്കുക. മാംസഭക്ഷണം പൂർണ്ണമായിട്ടും നിർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം. അവിഹിത ബന്ധങ്ങൾ പുലർത്താതിരിക്കുക, ചൂത് കളിക്കാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത്രയാണ്. എന്നാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം കുറയത്തില്ല, ദൈവാധീനം കൂടത്തേ ഉള്ളൂ. പൊതുവെ നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ പറയത്തില്ലേ, ദൈവാധീനം കുറവാണ്. പക്ഷെ നിങ്ങൾ ഏത് ഭക്തന്റെ ജീവിതത്തിൽ ചെന്ന് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കിയാലും പറയും ദൈവാധീനം നല്ല സ്ട്രോങ് ആണ്. പക്ഷെ എന്തൊക്കെയോ ഇത് കാണുന്നു, അതിൻ്റെ അർത്ഥം ഭഗവാന്റെ എന്തോ നിശ്ചയം നടക്കുകയാണ്. അങ്ങനെ കാണും മിക്കവാറും. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ഈ 4 കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഭഗവാന്റെ ആ ഒരു കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ കൂടും. അതുകൊണ്ട് ആ ഒരു പാതയിൽ പോകാൻ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.